ഇപ്പോൾ റിവേഴ്സ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് ഈ ഒരു 8 HP ഡീസൽ എഞ്ചിനുണ്ട് ഇവിടെ. അതിനെ ഒന്ന് സെറ്റപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഫ്ലൈ വീൽ, 2 ഫ്ലൈ വീലും പിന്നെ ബെൽറ്റ് ഡ്രൈവിന് വേണ്ടിയിട്ടുള്ള ഒരു വീലും, പിന്നെ ഇതാണ് ഡീസൽ ടാങ്ക്. ടാങ്കിനകത്ത് ഡീസൽ ഉണ്ടോ എന്ന് നോക്കാം. പകുതിയോളം ഡീസൽ കാണുന്നുണ്ട്. ഈ ഹെഡ് കവർ അയച്ചാൽ ഇതിനകത്തുള്ള വാൾവ്, ടാപ്പറ്റ്, സ്പ്രിങ് ഒക്കെ കാണാൻ പറ്റും. ഹെഡ് കവർ വെച്ചിരിക്കുകയാണ്. ഇത് ഇൻലെറ്റ് വാൾവ്, ഇത് എക്സോസ്റ്റ് വാൾവ്. ഇങ്ങനെയാണ് ഈ ഡയറക്ഷനിലാണ് റൊട്ടേഷൻ. അതായത് ഇതൊരു 4 സ്ട്രോക്ക് എഞ്ചിനാണല്ലോ, അതുകൊണ്ട് പിസ്റ്റൺ മുകളിലെത്തുമ്പോഴാണ് ഇപ്പോൾ പമ്പ് ചെയ്തിരിക്കുകയാണ്, ഇഞ്ചക്ട് ചെയ്തിരിക്കുകയാണ്. അതിന് ശേഷം പിസ്റ്റൺ താഴോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ എക്സോസ്റ്റ് വാൾവ് തുറക്കുമ്പോഴാണ്, എക്സോസ്റ്റ് വാൾവ് തുറന്നിരിക്കുകയാണ്. ഇപ്പോൾ താഴെ എത്തി, എക്സോസ്റ്റ് വാൾവ് അടഞ്ഞു കഴിഞ്ഞു. മുകളിൽ പിസ്റ്റൺ എത്തിയിരിക്കുകയാണ്. രണ്ടാമത്തെ താഴോട്ട് വരുമ്പോൾ ഇൻലെറ്റ് വാൾവ് തുറക്കുകയാണ്. ഇൻലെറ്റ് വാൾവ് അടഞ്ഞു. പിസ്റ്റൺ താഴ്ന്ന മുകളിൽ വരുമ്പോൾ കംപ്രഷൻ സ്ട്രോക്കിലാണ് ഉള്ളത്, ഇവിടെ ഇഞ്ചക്ട് ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഓയിൽ എങ്ങനെയുണ്ട്? ഓയിൽ ഏകദേശം നല്ല പോലെ തന്നെയുണ്ട്, കുഴപ്പമില്ല. തൽക്കാലം മാറ്റേണ്ട ആവശ്യമില്ല. ഇതാണ് ഗേജ്. ഓയിലുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് എൻജിൻ പ്രവർത്തിക്കണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞ് പമ്പിലേക്കുള്ള ബെൽറ്റ് കൂടി കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതാണ് സ്റ്റാർട്ട് ചെയ്യാൻ വയ്ക്കുന്ന ചോക്ക്. ഇങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് സ്റ്റോപ്പ് ലിവർ. ഇത് പമ്പിന് ഫ്യൂവൽ പമ്പ് സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഗവർണർ കൺട്രോളാണ് ഇവിടെ വരുന്നത്. ഇനി നമുക്ക് ഈ സ്പ്രിങ്ങിലെ കുറച്ച് അല്പം ഓയിൽ വെച്ച് നോക്കാം. ഈ ഹെഡ് ഭാഗത്തേക്ക് താഴെ നിന്ന് ഓയിൽ വരില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഓയിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. ഇതിൻ്റെ വാൾവ് തുറക്കാനുള്ള സ്റ്റെമ്മം പുറത്ത് വഴിയാണ് കാണുന്നത്. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ പ്രവർത്തനം പുറത്തു നിന്ന് തന്നെ വ്യക്തമായി വാൾവ് ഓപ്പൺ ചെയ്യുന്നത് കാണാൻ പറ്റും. ഇനി നമുക്ക് ഒന്ന് സ്റ്റാർട്ട് ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഹെഡ് കവർ ഇട്ടില്ല, അതുകൊണ്ട് നമുക്ക് വാൾവിന്റെ പ്രവർത്തനം ഇവിടെ തന്നെ കാണാൻ പറ്റും. ഈ സൗണ്ട് ഫ്യൂവൽ പമ്പ് ചെയ്യുന്നതിൻ്റെയാണ്. സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വാൾവ് സ്റ്റെപ്പ് വർക്ക് ചെയ്തവർക്ക് കാണാൻ പറ്റും. സ്റ്റോപ്പ് ലിവർ, ഇതാണ് സ്റ്റോപ്പ് ലിവർ. ഈ ചോക്ക് ലിവർ നീക്കുമ്പോഴാണ് സ്റ്റാർട്ട് ആവുന്നത്. ഞാൻ എൻ്റെ ഇൻലെറ്റ് പൈപ്പിൻ്റെ കവർ ഒന്ന് വയ്ക്കുക, ഇൻലെറ്റ് ഫിൽറ്റർ ഒന്ന് വയ്ക്കുകയാണ്. ഇതിനകത്തുകൂടി ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. ഓയിലിൻ്റെ അവസ്ഥ എങ്ങനെ നോക്കാം. ഇതിനകത്ത് ഇപ്പോൾ ഓയിലുണ്ട്. ഇവിടെയാണ് ഓയിൽ ഒഴിക്കേണ്ടത്. നമുക്ക് എഞ്ചിനകത്തേക്ക് ഓയിൽ ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. ഇപ്പോൾ എഞ്ചിനകത്തേക്ക് നേരിട്ട് ഓയിൽ പ്രവേശിക്കുകയാണ്. ഇപ്പോൾ സ്മോക്കിലൊരു വ്യത്യാസം, എക്സോസ്റ്റിലൊരു കളർ ചേഞ്ച് ചെയ്ത് കാണാൻ പറ്റും നമുക്ക്. അതായത് എക്സോസ്റ്റിൻ്റെ കളർ ചേഞ്ച് ആയിരിക്കുകയാണ്. അതായത് ഇതുപോലുള്ള നീല നിറത്തിലുള്ള പുകയൊക്കെ നമ്മുടെ എഞ്ചിൻ, നമ്മുടെ കാറിനോ മറ്റോ വാഹനങ്ങൾക്കോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ, അതായത്
ഈ എഞ്ചിനകത്തേക്ക് ഡീസലിൻ്റെ കൂടെ ഓയിൽ കൂടി കത്തുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഓയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുപോലെ സ്മോക്ക് ആയിരിക്കും ഉണ്ടാവുക. ഇവിടെ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമുണ്ട്. നമുക്ക് ഈ ഹെഡ് കവർ കണക്ട് ചെയ്യാം. ഇനി ഇഞ്ചക്റ്റിൻ്റെ കവർ കൊണ്ട് കണക്ട് ചെയ്യാം. ഈ മെഷീൻ ചില സമയത്ത് റിവേഴ്സ് സ്റ്റാർട്ടാവും. റിവേഴ്സ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇതിന് ഇൻടേക്കും ഇതിൽ എക്സോസും പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നോക്കാം. തന്നെ ബ്ലാക്ക് വെച്ചാ ഇപ്പോൾ വളരെ സ്ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. മിഷൻ റിവേഴ്സിൽ സ്റ്റാർട്ട് ആവുന്നത് നോക്കാം. ഇപ്പോൾ ഫോർവേഡ് തന്നെയാണ്. ഇപ്പോൾ റിവേഴ്സ് സ്റ്റാർട്ട് ആയിരിക്കുകയാണ്. അതായത് എയർ ഇൻടേക്ക് ഇതിൽ എക്സോസ്റ്റ് ഇതിലേയും പുറത്ത് വേണം. ഇങ്ങനെയൊരു പ്രശ്നം കൂടി ഇതിനകത്തുണ്ട്. ഇപ്പോൾ റിവേഴ്സിൽ റൊട്ടേഷനിലാണ് നെറ്റ് ചെയ്യുന്നത്. ഓയിൽ ഇതുകൂടി തള്ളി വരുന്നതുകൊണ്ട് ലീക്കായിരിക്കുകയാണ്. അതാ ചില അവസരങ്ങളിൽ നമുക്കിത് സ്പീഡിൽ കറക്കാൻ കഴിയാതെ വന്നാൽ ഇങ്ങനെ റിവേഴ്സ് സ്റ്റാർട്ട് ആവുന്നൊരു പ്രശ്നം കൂടി ഇതിൽ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ കൈ പെട്ടെന്ന് ഇങ്ങനെ ജെർക്ക് ആവാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ. ഇതാണ് ഇതിൻ്റെ പമ്പ് മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടത്തേക്കാണ് ബെൽറ്റ് വരുന്നത്. 4 ഇഞ്ചിൻ്റെ ഫ്ലാറ്റ് ബെൽറ്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എഞ്ചിൻ്റെ RPM 850 ഈ പുള്ളിയുടെ ഇത് ചെറിയ പുള്ളിയാണ്, അവിടെ വലിയ പുള്ളിയാണ്. അതനുസരിച്ച് ഇത് 2 മടങ്ങ് കൊണ്ടുമ്പോൾ 1500 RPM പമ്പ് തിരിയുക. ഈ പുള്ളിയുടെ ഡയമീറ്ററും അതിൻ്റെ ഡയമീറ്ററിൻ്റെ വ്യത്യാസം അനുസരിച്ച് സ്പീഡ് ഇവിടെ ഒരു പ്രാവശ്യം കറങ്ങുമ്പോൾ ആ പുള്ളി ചിലപ്പോൾ 2 പ്രാവശ്യത്തിലധികം കറങ്ങുമായിരിക്കും. അങ്ങനെ ഇത് 850 RPM ആണെങ്കിൽ അവിടെ 1800-ലധികം RPM. കുടുങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കിത് കാറായിട്ട് മാറ്റാം. ഓക്കെ ആയിരിക്കുകയാണ്. അവിടെ പമ്പ് കൊടുത്തിരുന്ന് കാണാൻ പറ്റും. പമ്പ് മോട്ടറും ഒന്നിച്ച് ബെൽറ്റിലൂടെ കറങ്ങുന്ന നോക്കാം. തിരിക്കുക. നല്ല ഫോഴ്സ് തിരിക്കേണ്ടി വരും.
ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലത്തെ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർക്കും ബൈ.